പിന്നെ നേരത്തെ ചുമടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന ചുമട് തൊഴിലാളികളുണ്ട്. അറ്റാച്ച്ഡ്, അൺഅറ്റാച്ച്ഡ്, സ്കേറ്റേഡ് തൊഴിലാളികളുണ്ട്. അവർ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിച്ചത്. ആ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഘട്ടത്തിൽ പോലും, നിയമപരമായി കിട്ടുന്ന ഘട്ടത്തിൽ പോലും കോടതികളുടെ ചില തെറ്റായിട്ടുള്ള പരാമർശത്തിൻ്റെ ഭാഗമായി അവരുടെ തൊഴിൽ, സ്ഥിരം സ്വഭാവമുള്ള തൊഴിലിടങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നൊരു സ്ഥിതിവിശേഷം വന്നു. അതിൻ്റെ ഭാഗമായി ചുമട് തൊഴിലാളികൾ സമരരംഗത്തുണ്ട്. ഇതിനിടെ സമരം അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ നിർമ്മല സീതാരാമൻ, ബഹുമാനപ്പെട്ട മന്ത്രി, അവരുടെ ഒരു മനസ്സ് നിർമ്മലമായിട്ടുള്ള മനസ്സാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തൊഴിലാളി വിരുദ്ധ പോയിസൺ ഇത്രത്തോളം കുത്തിവെച്ചൊരു മനസ്സാണ് അവരുടേതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബസ്സിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുമ്പോൾ യാത്രക്കാരൻ്റെ കയ്യിലുള്ള ലഗേജ് നോക്കിയാൽ നോക്കുകൂലി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇത് അവിടെയുള്ള തൊഴിലാളികളുടെ ഇടയിൽ BMS ഉണ്ട്, BJP അനുഭാവികളുണ്ട്. അവരടക്കം അപമാനിക്കുന്നതാണ്, അവഹേളിക്കുന്നതാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം കേരളത്തിലുണ്ടോ? ഇപ്പോൾ ചുമട് രംഗത്ത് ചില തെറ്റായിട്ടുള്ള സമീപനങ്ങൾ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CITU തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധികാരത്തിൽ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ചില തെറ്റായിട്ടുള്ള പ്രവണതകളുണ്ട്, അത് പരിശോധിക്കണം, പരിഹരിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഫിലിയേഷനുള്ള, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അഫിലിയേഷൻ ഇല്ലാത്ത ചുമട് മേഖലയിലെ തൊഴിലാളികളുടെ യോഗം വിളിച്ച് ചേർത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരെല്ലാം കോൺസസിലെടുത്ത് തെറ്റായിട്ടുള്ള ഒരു നടപടിയോടും ഉത്തരവാദപ്പെട്ട ഒരു ട്രേഡ് യൂണിയനും അനുകൂലിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി നോക്കുകൂലി എന്ന് പറയുന്ന പ്രതിഭാസം എവിടെയില്ല. പിന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എവിടെയാണ് ഇല്ലാത്തത്? ഇന്ന് നിങ്ങൾ പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് കൈക്കൂലി എത്ര കോടിയാന്ന് പറഞ്ഞേ? ആരോപണം ഞാൻ പറയുന്നത്. ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ആരോപണം ഇല്ലേ? അധ്യാപകർക്കെതിരായിട്ടുള്ള ആരോപണം ഇല്ലേ? രാഷ്ട്രീയക്കാർക്കെതിരായിട്ടുള്ള ആരോപണം ഇല്ലേ? വക്കീലന്മാർക്കെതിരായിട്ടുള്ള ആരോപണം ഇല്ലേ? ഒറ്റപ്പെട്ട നിങ്ങളുടെ കടയിൽ തന്നെയുള്ള ആൾക്കാർക്കെതിരായിട്ട് ഞങ്ങൾ എത്ര പറയുന്നുണ്ട്? അപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാവും. അതിനെ സാമാന്യവൽക്കരിച്ച് ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നത് തെറ്റാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാവും. അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദപ്പെട്ട സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങളത് തിരുത്താനും തയ്യാറാണ്. ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ അല്ല, എന്താ കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നത്? ആശാസമരം അത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായത് ഇടപെടുമെന്നും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഞാനേ VSൻ്റെ ഗവൺമെൻറ്റിൻ്റെ അകത്ത് വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയായിരുന്നു ഞാൻ. പറഞ്ഞ് മനസ്സിലായില്ല? അതിനേക്കാളും മുമ്പേ 5 വർഷം 2001 മുതൽ 2006 വരെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് ഞാൻ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് പാലക്കാട്. 300 വ്യവസായ സ്ഥാപനങ്ങളിൽ എഴുതിയെടുത്തോ 196 അടച്ചുപൂട്ടി. വൈദ്യുതി 75% കട്ടായിരുന്നു. 75% പവർ കട്ടായിരുന്നു. 75%. മലബാർ സിമെൻസ് 25% മാത്രമേ കറണ്ട് ഉണ്ടായിട്ടുള്ളൂ. ഒന്നാം VSൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് പവർ കട്ട് 100% ഒഴിവാക്കി പവർ ഓൺ ഡിമാൻഡ് സ്റ്റാറ്റ്യൂട്ടറി വോൾട്ടേജ് ഉറപ്പുവരുത്തി സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായിട്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചത്. ഉദുമൽപേട്ടയിൽ നിന്ന് മാടക്കത്തറയിലേക്കുള്ള 400 kV ലൈൻ നേരെ പുതുശ്ശേരിയിൽ വലിച്ച് പുതുശ്ശേരി മേഖലയിലെ വൈദ്യുതി പ്രശ്നം കൊണ്ട് അടച്ചു പൂട്ടിയ എല്ലാ സ്ഥാപനങ്ങളും തുറന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണ്, കുഞ്ഞാലിക്കുട്ടീൻ്റെ കാലഘട്ടത്തിലല്ല. അത് പൂട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവർക്കിപ്പോൾ എന്ത് പറയുന്നതിനും പ്രശ്നമില്ലല്ലോ, വാരിക്കോരി കൊടുക്കും. അത് അങ്ങനെ തന്നെ കേരളത്തെ അങ്ങനെ തന്നെ എടുത്തിട്ട് കൊടുക്കുമെന്നും പറയാമല്ലോ. കാരണം അവർ അധികാരത്തിൽ വരാൻ പോകുന്നില്ലല്ലോ. ഇപ്പം ഉണ്ടായ പ്രശ്നം അതാ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം.